ശരിയാണ് 916 കൂടെ വരാണ്ട്. ബാലൻ ഫുൾ ഇനാക്റ്റീവ് ആണ്. ഞാൻ ബാലിന്റെ അടുത്ത് പറഞ്ഞു നിനക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ആ സ്ലോട്ടിൽ ഞാൻ കയറിക്കോളാം. മനസ്സിലായി. ശരിക്കും ഞാനൊരു കാര്യം പറയാം, ഞങ്ങൾ ഇത്രയും ദിവസം നിങ്ങളിൽ ഒരാളെ പോലും ഉപദ്രവിക്കാനും നമ്മുടെ സൈഡിൽ നിന്ന് ഒരു സിറ്റുവേഷൻ ട്രിഗർ ചെയ്യാനും വന്നിട്ടില്ല. എല്ലാരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ് സിറ്റുവേഷൻ എടുക്കരുത്, MRC ആയിട്ട് സിറ്റുവേഷൻ എടുക്കേണ്ട വേണ്ട. നമുക്കിപ്പോ ആവശ്യത്തിന് കാര്യങ്ങളും ഇതെല്ലാം ഉണ്ട്. അവരൊന്നും ഇവിടെ സെറ്റായി വരുന്നത് ഉള്ളൂ. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് പോയി സിറ്റുവേഷൻ കൊണ്ടുവച്ചതാരാടാ ടിവിയില്? നമുക്കിപ്പോ ആവശ്യത്തിന് ഇതാരാ? ഇത് അപ്പുകുട്ടനല്ലേ? ഇതില് കാര്യങ്ങളും ഇതെല്ലാം ഉണ്ട്. അവരൊന്നും ഇവിടെ സെറ്റായി വരുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് പോയി സിറ്റുവേഷൻ എടുക്കുന്നില്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്നിട്ട് ഇവന്മാരിങ്ങനെ അമ്പി കളിക്കരുത്, അതാ ഞങ്ങൾക്ക് പറയുള്ളൂ. അമ്പി കളിക്കരുത്. നിങ്ങളുടെ കൂട്ടത്തിൽ കുറെ പിള്ളേർക്ക് ഈ കുറച്ച് ദിവസമായിട്ട് എങ്ങനെങ്കിലും ഒരു സിറ്റുവേഷൻ എടുത്ത് വെക്കണം എന്ന് ഭയങ്കര ഒരു ഇന്റൻഷൻ ഉണ്ട്. ഒന്നും ചെയ്തില്ലല്ലോ, അടിക്കേണ്ട ആവശ്യം. എന്താ പറഞ്ഞ അമ്പത്തൂരിന്റെ ഞാൻ പറയണ കാര്യം മനസ്സിലാക്കണം. ഇവരിവിടുത്തെ കാര്യങ്ങളിലേക്കൊന്നും അഡാപ്റ്റീവ് ആയി വരുന്നതേ ഉള്ളൂ. ഇതിന്റെ പേരിൽ സംസാരിച്ച് വഷളാക്കാൻ പോകണ്ട. എന്തായാലും സോറി ബ്രോ, എക്സ്ട്രീംലി സോറി. ഞാൻ വിട്ടെന്നാ ഇവർക്ക് ഇവരുമായിട്ട് അടി ഉണ്ടാക്കാൻ താല്പര്യമില്ല. ഞാൻ രണ്ടീന്ന് പറഞ്ഞു, അപ്പൊ ഇവരിത് ബാക്കിൽ നിന്ന് കണ്ടു, ഓന് കൊണ്ടു, മനസ്സിലായോ? അതെനിക്കും തോന്നുന്നുണ്ട്. ഒന്നെങ്കിൽ ലീഡറിനോട് ഗോ ലീഡറിനോട് പറയാനുള്ള ധൈര്യം വേണം. നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾക്ക് താങ്ങി നിൽക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഈ പറഞ്ഞവരൊക്കെ എന്താ പരിപാടി? ഇപ്പൊ സിറ്റിയില് വിഷയമായിക്കാണല്ലോ അല്ല മൊത്തം അടിയും വഴക്കും വരുന്നതാണോല്ലോ. നിങ്ങളാണെന്ന് അറിഞ്ഞിട്ട് നമ്മളത് മാന്യമാരിയായിട്ടല്ലേ നിങ്ങളോട് സംസാരിക്കുന്നേ? അമ്പി അവന്റെ തന്ത കൺവെർട്ട് അടിക്കുന്നേ. ആ ഡയലോഗ് പറഞ്ഞ പേരെഴുതി കാണിച്ച കറന്റ് സസ്പെൻഷനിലാണ്. സസ്പെൻഷൻ ആണെങ്കിൽ വള്ളി പിടിച്ചടക്കുന്നേ. ആര് പള്ളി പിടിച്ചു ബ്രോ? നമ്മൾ എന്ത് ന്യായീകരണമാണ്? നമ്മൾ വന്ന കാർ എടുത്തോണ്ട് ചാടി കയറാൻ പോയി, എന്നിട്ട് മാന്യമായിട്ട് ഇറങ്ങാൻ പറഞ്ഞ് വണ്ടി ഇടിച്ച് ഇട്ടിട്ട് പോയിട്ട് പിന്നെ എങ്ങനെയാണ് ഇതല്ലെന്ന് പറയണേ? അവസാനം വന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് നമ്മളോട് പറയരുത് നമ്മളാണ്. ആരും അങ്ങനെ ഒന്നും അറിയാതില്ല. എനിക്കറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പൊ വേറെ ഹെയ്റ്റ് ചാറ്റ് അത് വേണ്ട. ഇപ്പൊ അടിയും വഴക്കം എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോഴും അടിയും വഴക്കം ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ടി വി എക്കാരാണ്. നമ്മൾ ഇനിയിപ്പോൾ എന്തൊക്കെ പറയാനും ടി വി എക്കാർക്ക് വേണ്ടി സംസാരിച്ചാൽ മതി. MRCക്ക് വേണ്ടി സംസാരിക്കട്ടെ. അങ്ങോട്ട് ഇങ്ങോട്ട് ആർക്ക് വേണ്ടി തള്ളക്ക് വിളിക്കാനും ചീത്ത വിളിക്കാനും പോലും. ഫാൻസ് ആണെങ്കിൽ ഫാൻസിന്റെ പരിപാടി നോക്കുക, ജയ് വിളിക്കുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സിറ്റുവേഷൻ എടുക്കണം, നമ്മൾ ഹെയ്റ്റ് ഉണ്ടാക്കണം, നമ്മൾ അങ്ങോട്ട് പോകുന്നു. അറ്റൻഷൻ KVO ആരോ ആയിക്കോട്ടെ, ആരുടെ സോൾവ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് സിറ്റുവേഷൻ എടുക്കുന്നവന്മാരോട് ചോദിക്കണം, നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യണോ, ഇതാക്കണമെന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതല്ലേ ആയിട്ട് പറയണേ. ഞങ്ങളോട് ഫ്രണ്ട്ലി ആവണ്ട ബ്രോ, ഫ്രണ്ട്ലി ആവണ്ട. എനിക്ക് ഇത്രയും നാള് മറ്റേ HF ഇവിടെ മുഞ്ചി തെറ്റി നടന്ന കിട്ടങ്ങളൊക്കെ ഉണ്ടായത് കുറെ എണ്ണം. അവന് ക്ലിയർ ആയിട്ട് അറിയാം TV ആണ്, ഒരു സംശയമില്ല. പല ഗ്യാങ്ങുകളിലും സിറ്റുവേഷൻ ഉണ്ടാകാൻ കാരണം നമുക്ക് എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമില്ലാത്തവർ വന്ന് കയറുമ്പോൾ പല സിറ്റുവേഷൻ ഉണ്ടാവും, സ്വാഭാവികം. അവരെ ഇഷ്ടമില്ലാത്തവർ നമ്മളോട് വരുമ്പോഴും അങ്ങനെയും പല സിറ്റുവേഷൻ നമ്മുടെ കൂട്ടത്തിൽ നിന്നും പണ്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ പല സിറ്റുവേഷനും പല ആൾക്കാരുമായിട്ട് അങ്ങനെ ഉണ്ടാവും. 100% ഞാൻ ഉറപ്പ് പറയാം. ഷേക്കാമാക്കെ നിങ്ങൾക്ക് ഇതല്ലേ ആയിട്ട് പറയണേ. ഞങ്ങളോട് ഫ്രണ്ട്ലി ആവണ്ട ബ്രോ, ഫ്രണ്ട്ലി ആവണ്ട. എനിക്ക് ഇത്രയും നാള് മറ്റേ HF ഇവിടെ മുഞ്ചി തെറ്റി നടന്ന കിട്ടങ്ങളൊക്കെ ഉണ്ടായത് കുറെ എണ്ണം. അവന് ക്ലിയർ ആയിട്ട് അറിയാം അത് TV ആണെന്ന്, ഒരു സംശയമില്ല. ഇതിന്റെ അപ്പുറത്ത് വേഴ്സ് ആവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അന്ന് തൊട്ടേ ഒരു അടി പ്രതീക്ഷ ആൾക്കാർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞു. ഈ എന്റെ ഗ്യാങ് മെമ്പേഴ്സിന്റെ അടുത്ത് സിറ്റുവേഷൻ എടുക്കുമ്പം ഉറപ്പായിട്ടും അത് കണ്ടോണ്ട് മിണ്ടാണ്ടിരിക്കാനും ഇതാക്കാനും പറ്റത്തില്ല. ഞാൻ എത്രയും ദിവസം ഇവരുടെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പിടിച്ചു നിർത്തത്തില്ല കോച്ച്, ഇവരെ ആരെയും ഞാൻ പിടിച്ചു നിർത്തത്തില്ല. ഇത് സിറ്റുവേഷൻ ആക്കി കണ്ടിന്യൂ ചെയ്തോളൂ. റെഫറൻസ് ഭയങ്കര കിടിലാണ്. ഈ സീനൊക്കെ അവരെ സിനിമയുടെ പകുതിക്ക് കാണിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ. ഇത് വിഷയ സാധനങ്ങളാ, ഇത് രോമാഞ്ച സാധനങ്ങളാ. ഇതൊക്കെ അവൻ
എന്തിനാടാ ഹെഡ്ഫോൺ വെക്കാൻ പറയുന്നത്? പേരെന്തായിരുന്നു? ബ്രോക്കൺ. ഏത് ബ്രോക്കൺ? പണ്ടുണ്ടായിരുന്ന ബ്രോക്കൺ ആണോ? പണ്ടുണ്ടായിരുന്ന ബ്രോക്കൺ ആണോ എന്ന് അതറിയത്തില്ല ബ്രോ, ഞാൻ ബ്രോക്കൺ. ഓ ബ്രോ പണ്ട് ചെവിക്ക് പ്രശ്നമില്ല. ചെവി പണ്ട് കുറെ അടികൊണ്ടിട്ട് പ്രശ്നമായിരിക്കും. അല്ലല്ല വിടു നിങ്ങൾ പറ. പണ്ടത്തെ ബ്രോക്കൺ ആയിരിക്കും ബ്രോ, അറിയത്തില്ല. അതാ അറിയത്തില്ല, പണ്ടത്തെ ബ്രോക്കൺ ബ്രോക്കൺ ആണോന്ന് അറിയത്തില്ല. നമ്മള് പണ്ട് ടീച്ചറിൽ കുറെ അടികൊണ്ട ബ്രോക്കൺ. പേരെന്താ ബ്രോന്റെ പേരെന്താ? എന്റെ ലോല എന്താ ബെല്ലാരി അടി ഉണ്ടല്ലോ കാണാ. എന്നെ ബെല്ലാരിൽ എപ്പ അടിച്ച് നീ പിന്നെ സാമാനം അടി കൊണ്ട് കല്ലിച്ചിരിക്കല്ലോ നീ. അടി വാങ്ങി കല്ലിച്ചിരിക്കല്ലോ നീ. ലോലോട് പറയണേ, മൂട്ടിലത്തെ ഷോപ്പ് കാണാത്തമാരൊക്കെ ഒന്ന് കുണയ്ക്കുന്നു. ഈ 3 മാസത്തിനുള്ളിൽ 5 പ്രാവശ്യം അടിയുണ്ട്. പൊട്ടാന്ന് ഇവിടെ നമുക്ക് ആ സാധനം ഉള്ളതുകൊണ്ട് നിന്റെ മറ്റേ ബ്രോക്കർ എന്ന് പറഞ്ഞ തന്നെ സാമാനം 5 പ്രാവശ്യം അടിച്ച് പൊളിച്ചോണ്ടാണ് അവിടെ അവിടെ കരഞ്ഞോണ്ട് ഇറങ്ങി ടിജിയിലുള്ളവരല്ലേ MRC കയറിയോ? MRC കയറി മണിയൊക്കെ ഇപ്പൊ അടിച്ച് പൊട്ടിക്കും. ആരെയാടാ നമ്മൾ നോക്കിക്കണെന്ന് എന്താ സിറ്റുവേഷൻ ആണോ അല്ലെന്നുള്ളത് നമുക്കറിയാം. ഇത് ഞങ്ങളുടെ കൺസേൺ ചെയ്യുന്ന കാര്യമില്ല. ഞങ്ങളുടെ ഗ്യാങ് മനസ്സിലായി. ഞങ്ങളെ വന്ന് കുറച്ച് നമ്മൾ തനി എടുത്തേ ഉള്ളൂ. ഇവര് ഈ സിറ്റുവേഷനിൽ നിന്ന് മെമ്പേഴ്സിന് സോൾവ് ചെയ്യാൻ താല്പര്യം ഇല്ലെന്ന് പറയണം. ഞാൻ പിന്നെ ഒന്നും ചെയ്യല്ല. ഇതിപ്പോ 2 പേര് അങ്ങോട്ട് 2 മെമ്പേഴ്സ് ഭയങ്കര ട്രിഗേർഡ് ആയിട്ടിരിക്കണം. നമുക്കറിയാം. കുത്തിയിട്ട് മാക്കാച്ചി 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 പ്രശ്നം തന്നെ. ഒരു രക്ഷയില്ല. ഈ കണ്ണാപ്പി ഇത്തിരി ഫൂളാണെങ്കിലും ബോബോ ഈ കേസില് ഓക്കെ ചെറുക്ക നീറ്റായിട്ട് ഈട്ടാണ്ടോ. അതാണ് അവിടെയാണ് ചെയ്യാനുള്ളത്. വലിയ വള്ളിക്കാരൻ മറ്റവൻ. ഇതിനകത്ത് എന്റെ പേര് പറയുന്നത് ഹലോ കണ്ണാ നീയാ? കണ്ണാ ഞാൻ ഒരു കാര്യം പറയട്ടെ. കണ്ണാ ഞാൻ ഒരു ഒറ്റ കാര്യം പറയാം. നീ VC ഇരുന്ന് ഊമ്പിക്കോ. ഓ ഏതാ ഈ സീൻ വരെ ഞാൻ കണ്ടാന്ന് തോന്നട്ടെ. ഇനി ഞാൻ അങ്ങോട്ട് ഫുള്ള് പുതിയതാണേ. ഞാൻ കണ്ടിട്ടില്ലേ, ബാക്കിയൊന്നും ഞാൻ കണ്ടിട്ടില്ലേ. ഇനി ഫുൾ പുതിയ റിയാക്ഷൻ ആണ്. പഴയത് വിട്ടെ. ഏത് കേട്ടോ ഞാൻ കണ്ടെന്ന് പറഞ്ഞേ. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ലൈക്ക് അടിക്കാൻ തുടങ്ങുന്നത്. ലൈക്ക് അടിച്ച ഇത് കിട്ടുന്ന സീനല്ലേ. നോക്ക്. കേറി നിക്കുവായിരുന്നല്ലോ. ഇപ്പൊ എന്താ WL ഒന്നും കാണാത്തെ? അതാണടാ തിരിഞ്ഞ ആളില്ലാത്ത ചുവന്ന മുടിയുള്ള അമ്പിക്കുട്ടാടാ. കുറങ്ങല്ലേ അമ്പിക്കുട്ട, എണീക്കൂ. നിന്നെ മുട്ടയിലഴിക്കും ഞാൻ. നിന്നെ ഞാൻ ഇന്ന് മുട്ടയിലഴിക്കും. ഞാൻ ഇവിടെ തൊടണം. കക്കൂസും കഴിയും മനസ്സിലായോ? മുട്ട കഴിച്ചിട്ട് ഇവിടെ തൊടാം. നിന്നെ നോക്കിക്കോ. എടാ സത്യമായിട്ട് ഞാൻ ഇത് കണ്ടില്ലടാ. ഇതോട്ട് ഞാൻ കണ്ടിട്ടില്ലടാ. സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത് ഞാൻ വേണമെങ്കിൽ ആരുണ്ട് സത്യയുടെ സരക്കണ്ണൻ അല്ലേ? വേണ്ട. ആട് മാട് തോട് കുമില് വീട് വണ്ടിയിൽ പാമ്പ് കടന്നു പോ.
കടന്നു പോ പോ വാറ്റാണ് സത്യം. ഞാനിത് കണ്ടിട്ടില്ല, ഇനി അങ്ങോട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല. ഫൽഗുണനാണോ? അപ്പൊ ഇവര് ചോദിക്കാനും ഒന്നും വന്നില്ലേ? അതാ വീടിനടുത്ത് വീട് എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്ത് നിനക്ക് ശിക്ഷ ഒരു മാടക്കടി മാടത്തടി മാത നിനക്ക് ശിക്ഷ തല്ലല്ലേ മാത്രം പിന്നെന്താ എന്നോട് ഇങ്ങനെ ചെയ്ത് തല്ലല്ലേ വാസോണ്ണ. എടുക്കുമ്പോ തന്നെ നമ്മൾ പറഞ്ഞതാ KV TV പ്രശ്നമില്ലാതെ പോകണം എന്നുള്ളത്. പിന്നെ ഇവിടെ വരുന്നാണ്ട് നമ്മളത് മാക്സിമം നല്ല രീതിക്ക് കൊണ്ടുപോകാൻ നോക്കുന്നതിന്റെ അടിയിൽ കൂടി ഒരു സ്ലോ ഇൻജക്ടിങ് ടൈപ്പ് ഓഫ് പരിപാടികൾ വേണ്ട. സർക്കാരിനോട് ഈസി ഞാൻ കണ്ടിട്ടില്ലേ? ഈസി ഞാൻ കണ്ടില്ല. ഞാൻ ഇതിന് തൊട്ട് മുന്നേ വെച്ച് നിർത്തി കണ്ടോ? അല്ല, സർക്കാരിനോട് സത്യം ഇട്ടിട്ടില്ല. ഞാൻ കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്ക് പക്ഷെ ഈസി കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കുമ്പടി വന്നു. MRC വേഴ്സസ് TV. പ്രീവാനാണോ? ലീഡർ ചാറ്റി വന്നാടാ. ലീഡറല്ല, ഓണർ. ഓണർ വെൽക്കം ടു ചാറ്റ്. ഹൈഗ്രൗണ്ട് വിട്ട് കളിക്കണ്ട. അവന്മാര് വാറൊക്കെ ഒന്ന് ജയിച്ചോട്ടെ. അവരെ കൊണയൊന്നും ആയിരിക്കില്ല. അടുത്ത് വാറിന് സമ്മൂടെ ഒന്നാണ് കൊണക്കാത്തത്. അത് റെസ്പെക്റ്റും പറയൊന്നുമല്ല, നിങ്ങളെ തോന്നല. മണിയും ടോക്സ് ചെയ്യും, മനസ്സിലായോ? ഗണ്ണ് മാത്രല്ല ടോക്സ് ചെയ്യാ, മണിയും ടോക്സ് ചെയ്യും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 മാസം അത് ബാക്കി ഞാൻ പറയണ്ടല്ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്നാണ് ഞാൻ കുറച്ച് കൂടി പോകുക. അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. ഞാൻ പറയാൻ സമ്മതിച്ചോ? ഇതിന് ശേഷം വല്ലതും പറയാൻ സമ്മതിച്ചോ? കാണുന്നതറിയാം, നമ്മളെ പിള്ളേരല്ലേ. ഇങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല ജോക്കി. ഇങ്ങനെ മൈൻഡ് ആയിട്ട് കളിച്ചിട്ട് തോറ്റോണ്ടിരിക്കും ജോക്കി. അതിന്റെ കൂടെ ഇതിന്റെ പ്രഷറൂടെ വരും. എനിക്ക് പറ്റണല്ലോ. മെയിനായിട്ട് ആദ്യമേ തന്നെ പറയാം, 12 പേരാണ് ഗൈസ്. ഇത് റിയാക്ഷൻ സ്ട്രീം അല്ല, വാച്ച് പാർട്ടി. ഓക്കെ, നിങ്ങൾ ഒറ്റയ്ക്ക് കണ്ടു, ഞാൻ ഒറ്റയ്ക്ക് കണ്ടു, നമ്മൾ ഒരുമിച്ച് കാണുന്നു. ഇറ്റ്സ് എ വാച്ച് പാർട്ടി. #വാച്ച് പാർട്ടി ഇൻ ദ ചാറ്റ്. ഓക്കെ, TV ഇപ്പം ഇറങ്ങിയേക്കുന്നത്. ആക്ച്വലി എടാ എല്ലാരും ഒന്ന് റേഡിയോയിൽ റെസ്പോണ്ട് ചെയ്ത് എത്ര പേരുണ്ട് ഇവിടെ? ഇപ്പം 4 പേരേ ഉള്ളു അവിടെ വെൽക്കം ചെയ്യാൻ. നിങ്ങളത് കണ്ടാണ്? എനിക്കത് കണ്ട വിഷമം തരണം. എനിക്ക് നല്ല വിഷമമായി, സത്യോടെ എനിക്ക് നല്ല വിഷമമായി. പറയാതിരിക്കാൻ വയ്യ, എനിക്ക് നല്ല വിഷമമായി. ഈഗോ എന്തിനു കാണിക്കണം? ഞാൻ ഇത്ര നാൾ കൂടെ വന്നമ്മ അടുത്ത് എന്തിന് ഈഗോ കാണിക്കണം? ഹാപ്പി ബർത്ത്ഡേ. കഴിഞ്ഞ വട്ടം ചെയ്യാൻ പറ്റില്ല. അത് ഇത് ഫുള്ള് അപ്പാപ്പിനെ സെറ്റ് ചെയ്തത്. അന്ന് ഞാൻ വന്നില്ലടാ. അപ്പൊ പറ്റുന്നില്ല, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല. എനിക്ക് സ്വന്തമായിട്ടൊരു വീടും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിന്നെ ഞാൻ ഇത്ര നാൾ ഇവിടെ കൊണ്ടുവരാഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് സ്വന്തം അനിയനെ പോലെ നോക്കിയേനെന്ന് എന്നോട് പറഞ്ഞതിന്റെ അന്ന് നിനക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വരും. അല്ലാതെ പിന്നെ ആര്? ബ്രോ MRCത്തിൽ വിളിച്ചാൽ MRCത്തിൽ വരുമെന്ന്. എന്ത് പറ്റിയാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? എന്ത് പറ്റിയാണ്?
ഇവിടെ ഞാൻ നിൽക്കുന്നത് ഇപ്പൊ ഒരു ഗ്യാങ്ങിലല്ല, നിങ്ങൾ അധികം മനസ്സിലാക്കി. ഞാൻ നിൽക്കുന്ന ഒരു ഫാമിലിയിലാണ് പറഞ്ഞത്. എനിക്കിത് ഗ്യാങ് ആയിട്ട് ഇതുവരെയായിട്ട് തോന്നിയിട്ടില്ല, എനിക്കിതൊരു ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ കയറിയപ്പോൾ എനിക്ക് വന്ന മാറ്റവും കാരണം മുമ്പുണ്ടായ മാറ്റവും ഒക്കെ വേറെ. അപ്പൊ അതിപ്പോ വാസുണ്ണൻ ഇറക്കി വിടാണ്ടല്ലാണ്ട് ഞാൻ ഈ ഗ്യാങ്ങിൽ ഇരിക്കുന്നു. പക്ഷെ ഈ റീബിൽഡ് ഇപ്പൊ ഒരു വൻ നമ്മളൊരു ആ ഒരു ലെവലിൽ നല്ല റീബിൽഡ് അത് ഫുള്ളി ഈഗിൾബ്രോടെ തന്നെ, അത് ഈഗിൾബ്രോ തന്നെയാണ്. അത്ര മാത്രമല്ല ഇതിനു മുന്നേ ബിൽഡ് ചെയ്ത് വന്ന എല്ലാത്തിനും ഒരുമിച്ച് നിന്നും എല്ലാം ചെയ്തു. പക്ഷെ ഇത്തവണ ചന്ദ്രനും ഇപ്പൊ ലാസ്റ്റ് എന്തോ എന്ന് പറയുന്നുണ്ട്. ശരിക്കും അത് സത്യമാണ്. റീബിൽഡ് വാസ് ഇതിന് വേണ്ടിയിട്ട് നിന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവണം എന്നുള്ളൊരു ഇതാണ്. സോ വേറെ ക്യാരക്ടർ ഒന്നുമില്ല. ഐ വിൽ ബി കണ്ടിന്യൂയിങ് TVA as പരന്തു വാസു ഇറ്റ്സെൽഫ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഗൈസ്, നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചില കാര്യങ്ങൾ അതിപ്പോൾ ആരെയും ഒന്നും പറയാനുള്ളത്, എല്ലാം സാഹചര്യങ്ങളും ദൈവത്തിന്റെ കയ്യിലെന്ന് പറയുന്ന പോലെ. എന്തെങ്കിലും ഒരു ഡൗൺ ഉണ്ടെങ്കിൽ TVക്കകത്തുള്ള ആൾക്കാർ നോക്കിക്കോളാം. പുറത്തു നിന്ന ആൾക്കാരുടെ സഹായം എനിക്ക് വേണ്ട, ദയവ് ചെയ്തു. സോ എനിക്കത് താല്പര്യമില്ല. നമ്മള് റെഡിയാ എന്നൊക്കെ അല്ല പിള്ളേരൊക്കെ ഇറങ്ങി വെച്ചു. അല്ല നിങ്ങളെ നമ്മുടെ എല്ലാരും ഇറങ്ങി ചന്ദ്ര. അവര് ഇറങ്ങിന്ന് പറയുന്നത് നമ്മളാണ് തോറ്റത്. നമ്മുടെ ചോയ്സാണ് വാർ അടിക്കണോ വേണ്ടെന്നുള്ളത്. ഇന്നും കടിച്ച് തീർക്കാം. ഈ മൂടി തന്നെ പോയി അടിക്കണം. എന്നാ കേറിക്കോ. ഏതാ കത്ത് കേറ്. അത് കൊള്ളാലോ. പിന്നെന്തിനാ ഇവര് അക്സെപ്റ്റ് ഇട്ടേ? വാർ അക്സെപ്റ്റ് ചെയ്ത് ഇത്ര സമയത്തിലുള്ള റോക്ക് ഷൂട്ടി കയറണം എന്നൊക്കെ ഉണ്ട്. നോക്കുന്നുണ്ട്. വാർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മൂവിങ് ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഗാങ്ങിനെതിരെ ആക്ഷൻ വരും. അതില് എത്ര പേരാ? 15 പേരല്ലേ? അവര് 20ന്റെ മുകളിലുള്ള ആളുണ്ടാ. നല്ല സ്പീഡിൽ പോണല്ലേ വണ്ടി? എന്താ ചെയ്യാനുള്ള ഇന്റൻഷൻ എന്താണ് ഞാൻ ആക്ഷനും പറയുണ്ടായിട്ടൊന്നും കാര്യമില്ല, നമുക്ക് അടിക്കണമെന്നാരാ. അതെന്താ ലാഗ് ചെയ്യുന്നേ? ഈ സിറ്റുവേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡ് നോക്കണം. അതായത് ഇപ്പൊ ഡൗൺ ആയ ടീമാണ് ഇങ്ങനെ ഡിലേ ആക്കി കയറാണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് പറയുന്നത് ജയിച്ചിരിക്കുന്ന ടീമാണ് ഇങ്ങനെ കയറിപ്പോയിട്ടുള്ളത്, ഇപ്പൊ ഇങ്ങനെ ഡിലേ ആയിട്ടുള്ളത്. സോ അതിൽ നമ്മൾ കൺസിഡർ ചെയ്താൽ പറ്റത്തുള്ളൂ. ഇന്റൻഷണൽ ഊമ്പിയല്ല കളിച്ചിട്ട് പോടാ മൈരെ. തോറ്റാൽ ജയിച്ചാൽ കുഴപ്പമില്ല, കളിച്ചിട്ട് പോകാം. അതായത് ഒത്തിരി ഡിലേ ആയി കഴിഞ്ഞാൽ ലൈക് സിറ്റുവേഷൻ മാറ്റി വെക്കാൻ വേണ്ടിട്ടുള്ള ഡിലേ ഉണ്ടാക്കിയാണല്ലോ. ടീം കയറി കളിക്കുന്നുണ്ട്. നമ്മുടെ ബാക്ക് സൈഡിലുള്ളവരൊക്കെ പോയി ചോറി. ഡസ്റ്റർ അവിടെ 4 പിക്ക് എടുത്ത് 4 പിക്ക് വീട്ടിലൊക്കെ ഉണ്ട്. ഒരു ഡസ്റ്ററിന്റെ 5ാമത്തെ പിക്ക്. ഉള്ളിലെടുത്തു എടുത്തതും വണ്ടി എടുത്ത് തിരിച്ചു പോയി. വണ്ടി കയറി ബാക്ക് സൈഡ് വിട്ടു. ഒരിടത്ത് 4 പേര് എടുത്താണാ. ആ പാട്ട് കണ്ടോ? ഫൈറ്റും ആ പാട്ട് വേണ്ടി തിരിച്ച് മറിച്ചിട്ട് വീണ്ടും മലയിലേക്ക് വരുന്നുണ്ട്.
TV നല്ല രീതിക്ക് അത് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അവർ ടാക്റ്റിക്കായിട്ട് കളിക്കുന്നവർ തിരിച്ച് ഇവർ മറ്റേ ഈ മലയുടെ ഏരിയയിലേക്ക് കയറി വന്നിട്ടുണ്ട്. ആര് വണ്ടി അത് കുഴപ്പമില്ല, എൻ്റെ കൂടെ തിരിച്ച് ഞാൻ പറഞ്ഞേക്ക് തിരിച്ച് നമ്മളിത് ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, ഇങ്ങോട്ട് വരെ പോയിട്ട് തിരിച്ച് നമ്മൾ കുത്താൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ കേട്ടോ, ഈ മാർക്ക് കാണുന്നുണ്ടോ? ആ, നമ്മൾ അങ്ങ് വരെ പോയിട്ട് എല്ലാ വണ്ടി അങ്ങ് വരെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് എടുത്തു കേട്ടോ. വാ മണിയും ടോക്സ് ചെയ്യും, മനസ്സിലായോ? ഗണ്ണ് മാത്രമല്ല ടോക്സ് ചെയ്യാ, മണിയും ടോക്സ് ചെയ്യും. പണിയല്ലടാ, സ്കിൽ ടോക്സ്. Question is, do they have the car? We have the driver. ഓടട്ടെ തിരിച്ച് എടാ അവന്മാരെല്ലാം ഓൺ ഫുട്ട് ഇങ്ങോട്ട് വരുന്ന അവിടെ ഫ്രീ ആക്കുന്നതാണ്. കുത്തിക്കോ ഞാൻ പറഞ്ഞത് കുത്തി അടിയാ. ഏതാ മനസ്സിലായി? മണിയൊക്കെ നിന്റെ വീട്ടിൽ പോയി കൊത്തിനാ, മണിയൊക്കെ നിന്റെ വീട്ടിൽ മനസ്സിലാടാ. അടിച്ചിട്ടാണോ ഏതാ മോനെ TV അടിക്കണം, അടിച്ചിരിക്കണം. ഇവിടെ പുതിയതായിട്ട് വന്നതാണല്ലേ, അപ്പോ ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് അറിയാന്ന് വിചാരിക്കുന്നു. കൂടുതൽ അങ്ങോട്ട് വഹിക്കാണ്ട് അതങ്ങ് ഊരി വെച്ചാണ്ട് തുടങ്ങിയേക്കുക. ദൈവം, ഞാൻ ഇതൊന്നും കണ്ടില്ല സത്യമായിട്ട്. ഞാൻ ഇതിന്റെ ഈ സീൻ ഇവിടെ വരെ ഞാൻ കണ്ടു, കുറെ വരെ കണ്ടു. പക്ഷെ ഇതൊന്നും ഞാൻ കണ്ടില്ല, ഉള്ള കാര്യം പറയാലോ. ജോയിനിങ് റിക്വസ്റ്റ് ആണോ ഇത്? ലൈക്ക് അടിക്കാതെ ലൈക്ക് അടിക്കുക. അടുത്തത് ഓത്തലതാ. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ചന്ദ്രൻ വീഡിയോ വീട്ടിൽ അടുത്തടുപ്പിക്കാൻ പാടില്ല. ഓ എടാ, വെൽക്കം വീഡിയോ കൂടെ ഇതിലങ്ങ് ഇൻക്ലൂഡ് ചെയ്തല്ലേ? என்னதான் அடிச்சுக்கிட்டாலும் பிரச்சனைன்னு வந்துட்டா 2 பேரும் ஒன்று சேர்ந்துருவாங்க. நம்பிக்கை. OG Carlo. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പോലും ആലോചിച്ചൊരു സമയമുണ്ട് എനിക്ക്. അപ്പൊ ആ സമയത്ത് ഇന്ന് കരകയറ്റാൻ വേണ്ടി വന്നത് അപ്പാപ്പനാണ് മെയിനായിട്ട്. അപ്പൊ ലൈക്ക് നമ്മുടെ ഒരു ഡൗൺ ടൈമിൽ നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ഒരു ഗ്യാങ് ആണ് TV എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു മൊമെന്റിൽ നിങ്ങളെ ഞങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ട് പോകത്തില്ല. TV മാത്രമാണ് ആസ് ഓഫ് നോ ഇപ്പോൾ ബ്രദർഹുഡായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ട്ലി ഗ്യാങ് എന്ന രീതിയിൽ വരുള്ളൂ. ரெண்டு அவதாரத்தை மட்டும்தான் பார்த்திருக்கேன். கடைசி அவதாரம் என்னன்னு தெரியுமா? கல்கி அவதாரம். കൽക്കി എന്ന് പറഞ്ഞിട്ട് 3 കിളമ്പരെ കണ്ട് പറ്റിക്കുന്നോ? ടൈമായി. പണ്ടത്തെ സീൻ അത് സുനീര് ഫസ്റ്റ് സിനിമാറ്റിക്സ് ആണോ അത്? ആ സീനുള്ളത് ഇത് ഗണ്ണറിന് കൊടുക്കുന്ന நீ படிச்ச ஸ்கூல்ல நான் ஹெட் மாஸ்டரா?
ഇവിടെ ഇത്രയും ഓരമുള്ള ഒരു മനുഷ്യനാണോടാ സിറ്റി വന്ന് കിടന്ന ആ കൊച്ചു പിള്ളേരെയും മറ്റേ പിള്ളേരെയൊക്കെ വായിരിക്കുന്നൊക്കെ കേൾക്കുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് ശരത്തേൻ്റെ ഓറ മൈനസ് എന്നും പറഞ്ഞൊരു ഷോർട്സ് കണ്ടായിരുന്നു. ഇത്രയും ഓറയുള്ള ഒരു ക്യാരക്ടറിനെ കൊണ്ടാണല്ലോ പാവം ഇത് സിറ്റിയിലുള്ള പലർക്കും ഇത് അറിയില്ല കേട്ടോ. ഇത് നമുക്കിത് സിറ്റിയിൽ ഞാൻ കയറിയിട്ട് ഒരു എഡ്യൂക്കേഷൻ ക്ലാസ് ശരത്തേട്ടൻ്റെ ഓറ എന്താണ്, ശരത്തേട്ടൻ ആരാണ് നമുക്കൊരു പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്കെ, നമുക്കത് സിറ്റി കയറി നമുക്കത് അതിനെപ്പറ്റി നമുക്കൊരു വലിയൊരു ചർച്ച നടത്തേണ്ടതായിട്ടുണ്ട്. ശരത്തേട്ടൻ്റെ റെസ്പെക്ട് ശരത്തേട്ടൻ, ഇല്ലെങ്കിൽ സിനിമാറ്റിക്സിലെ സ്പേസ് പോകുമെന്ന് പറഞ്ഞ ശരത്തേട്ടൻ്റെ അടുത്ത്. ട്രൈ ചെയ്യാം ആർക്കും വേണോ നമ്മളെ വീഴ്ത്താനായിട്ട്. നിങ്ങൾ തന്നെ മടുക്കും ഒരു പോയിന്റ് എത്തുമ്പോ, കാരണം നടക്കൂല. നോൺ ക്യാൻ റീപ്ലേസ് TV. റീപ്ലേസ് ചെയ്യുന്നതൊക്കെ നടക്കാത്ത കാര്യം ഗൈസ്. ട്രൈ ടു ഗെറ്റ് ബെറ്റർ, ദാറ്റ്സ് ദ ഓൺലി ഓപ്ഷൻ. ട്രൈ ബെറ്റർ അവൻ ട്രൈ ചെയ്യും, അല്ലാതെ റീപ്ലേസ് ചെയ്ത് മാറ്റിമറിച്ച് കയറണം പാടാ. நம்ம கண்ணு முன்னாடி வந்து நின்னாலும் நம்ம கெத்த மட்டும் விட்டு கொடுக்கவே கூடாது. അപ്പൊ നിങ്ങൾക്ക് ഗൈസ് നിങ്ങൾക്ക് അപ്പൊ ആവശ്യത്തിൽ കൂടുതൽ എൻജോയ് ചെയ്യാനും രോമാഞ്ചം കൊള്ളാനും ആഘോഷിക്കാനുള്ള കണ്ടന്റ് ഒക്കെ ഓൾറെഡി കിട്ടിയല്ലേ? നൈസ് ആക്കിട്ടാ. സത്യമായിട്ട് ഞാൻ ഇത് പ്രോമിസ് ആയിട്ട് പറയാം. ഞാൻ ഏകദേശം ഒരു 10-16 മിനിറ്റ് ഉണ്ട്. ഈ ലാസ്റ്റത്തെ ഇത്രയും സീൻ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ ലൈവ് എടുത്തപ്പോൾ എവിടെയാണോ നിർത്തിയിരുന്നത് അതുവരെ ഉള്ളത് ഞാൻ എപ്പോഴോ കണ്ടത്. എപ്പോഴും ഇരുന്ന് എന്താണ് സിറ്റുവേഷൻ നോക്കാൻ വേണ്ടി കണ്ടത്. ബാക്കി ഫുള്ള് ഞാൻ കണ്ടില്ല. ഞാൻ ലൈവ് എടുത്തപ്പോൾ എവിടെയാണോ ആ കഴ്സർ ഇരുന്നത് അതുവരെ കണ്ടത്, അതല്ല വേറെ കണ്ടില്ല.